റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ആണ് ഇപ്പോൾ റായ്ബറേലിയിൽ എത്തിയിരിക്കുന്നത്. ഏറെ സസ്പെൻസ് നിറഞ്ഞ ഒരു തീരുമാനമായിരുന്നു. ഒടുക്കം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന തീയതി. അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയോടൊപ്പം റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന സൂചനകളൊക്കെ വന്നിരുന്നുവെങ്കിലും അമേഠി സാധ്യത തള്ളിക്കൊണ്ട് രാഹുൽ ഗാന്ധി റായ്ബറയിൽ അമ്മ സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിൽ തന്നെ വന്ന് മത്സരിക്കുകയാണ്. അതിന് മുന്നോടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ജില്ലാ വരണാധികാരിക്ക് മുമ്പിൽ എത്തിയിരിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ഏറെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന് അപ്പുറത്തേക്ക് ഉത്തരേന്ത്യയിൽ ഹൃദയഭൂമിയിലടക്കം വലിയ കോളിടക്കം സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് റായ്ബറേലി സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കാൻ വരുന്നതോടുകൂടി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസുമായി ഉണ്ടാക്കിയ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതീക്ഷകൾ ഉത്തരേന്ത്യയിൽ നൽകുന്നു. ഇപ്പോൾ ബൽറാം നടുങ്ങാടി ചേരുന്നു. ബൽറാം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണ നടപടിക്രമങ്ങൾ പൂർത്തിയായോ? വിവരങ്ങൾ. രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം വലിയ ജനാവലിയുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ പിന്തുണയോടെ ആണ് അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. ഒപ്പം തന്നെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളും അദ്ദേഹത്തെ അനുഗമിച്ചു. AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, AICC മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കൂടാതെ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര എന്നിവരടക്കമുള്ളവരാണ് രാഹുൽ ഗാന്ധിയോടൊപ്പം ഈ പത്രിക സമർപ്പിക്കുന്നതിനായി റായ്ബറേലിയിലെ ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിലേക്ക് എത്തിച്ചേർന്നത്. രാഹുൽ ഗാന്ധി അല്പസമയം മുമ്പ് പത്രിക സമർപ്പിച്ചു. വലിയ ജനാവലിയുടെ പിന്തുണ ഈ പരിപാടിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തോടനുബന്ധിച്ചുള്ള റോഡ് ഷോയ്ക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പാർട്ടി നേതൃത്വം പ്രാദേശിക പാർട്ടി നേതൃത്വത്തിന് നൽകിയിരുന്നു. നൂറുകണക്കിന് വാഹനങ്ങൾ അണിനിരുന്ന ഒരു റോഡ് ഷോയാണ് ഇതിനോട് അനുബന്ധിച്ച് നടന്നത്. വലിയ ആവേശം തന്നെ അണികൾക്ക് നൽകാൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഉത്തർപ്രദേശ് കോൺഗ്രസിന് ഉള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇത്തവണ ഉത്തർപ്രദേശിൽ മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടി മുന്നോട്ട് വെച്ചത്. ഒപ്പം സമാജ്വാദി പാർട്ടിയും ഇക്കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തുടർന്നാണ് റായ്ബറേലി, അമേഠി സീറ്റുകളിൽ രാഹുൽ, പ്രിയങ്ക എന്നിവരുടെ പേര് പരിഗണിച്ചത്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. എന്നാൽ പൂർണ്ണമായും പ്രചരണത്തിന്റെ ചുമതല താൻ നിർവഹിക്കാം എന്ന് പ്രിയങ്ക ഗാന്ധി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നടത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ താൻ ഉണ്ടാകുമെന്ന് പ്രിയങ്ക അറിയിച്ചിട്ടുണ്ട്. ആ ചുമതല നിർവഹിക്കാൻ പ്രിയങ്ക സ്വയം മുന്നോട്ട് വരികയായിരുന്നു എന്നാണ് പാർട്ടി നേതൃത്വത്തിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതേസമയം രാഹുൽ ഗാന്ധി അമേഠി, റായ്ബറേലി എന്നീ രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് പരിഗണിച്ചിരുന്നു. ഒടുവിൽ ഈ കോൺഗ്രസിന് വൈകാരികമായി റായ്ബറേലി മണ്ഡലത്തോടുള്ള ബന്ധം, അതായത് ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി എന്നിവർ മത്സരിച്ച മണ്ഡലം എന്നുള്ളതാണ് റായ്ബറേലിക്ക് പരിഗണന നൽകാൻ കാരണമായത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് റായ്ബറേലിയിൽ ഇത്തവണ മത്സരിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിലെ 80 സീറ്റുകളിൽ കോൺഗ്രസിന് വിജയിച്ച ഏക സീറ്റാണ് റായ്ബറേലി. കഴിഞ്ഞ തവണ സോണിയാഗാന്ധി ആണ് മത്സരിച്ചത്. സോണിയാഗാന്ധിക്കെതിരെ കഴിഞ്ഞ തവണ BJP നിയോഗിച്ച ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി. അതേസമയം കഴിഞ്ഞ തവണ രാഹുൽ പരാജയപ്പെട്ട അമേഠി മണ്ഡലത്തിൽ സ്മൃതി ഇറാനിക്കെതിരെ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തൻ കിഷോരിലാൽ ശർമ്മയെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത്. 1983 രാജീവ് ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുഗമിച്ചെത്തിയതാണ് പഞ്ചാബ് സ്വദേശിയായ കിഷോരിലാൽ ശർമ്മ. അദ്ദേഹം പിന്നീട് ഗാന്ധി കുടുംബം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഘട്ടങ്ങളിൽ അവർ പാർട്ടി പദവികളിലും സർക്കാർ പദവികളിലും തിരക്കിലാകുന്ന ഘട്ടത്തിൽ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ജനങ്ങളുടെ ക്ഷേമാന്വേഷണം ഉൾപ്പെടെയുള്ള ചുമതലകൾ നിർവഹിച്ചു വന്നത് നെഹ്റു കുടുംബത്തിന്റെ പ്രതിനിധിയായി കിഷോരിലാൽ ശർമ്മയാണ്. അദ്ദേഹത്തെ തന്നെ അമേഠിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ ഇത്തവണ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹം അല്പസമയം മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അമേഠിയിലും വലിയ റാലിയായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് റായ്ബറേലിയിലെ പത്രികാ സമർപ്പണം നടന്നത്. രാഹുൽ ഗാന്ധി ഈ ഉത്തർപ്രദേശിലെ ഇന്ത്യൻ ഹൃദയഭൂമിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പാർട്ടിക്ക് ഏറെ ഗുണം ചെയ്യും എന്നാണ് ഇന്ത്യ സഖ്യം കണക്കാക്കുന്നത്. പ്രധാനമായും സമാജ്വാദി പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ചു തന്നെയാണ് രാഹുൽ ഇത്തവണ മത്സരിക്കാൻ തയ്യാറായതും.
ഉത്തർപ്രദേശിൽ ഇത്തവണ BJPക്ക് വലിയ ആഘാതമുണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയും എന്നാണ് ഇന്ത്യ സഖ്യവും കോൺഗ്രസും കണക്കാക്കുന്നത്. അതിലൊരു പ്രധാന നീക്കം ആണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. അത് വലിയൊരു ആഘോഷമാക്കി BJPയുടെ കടുത്ത വിമർശനങ്ങൾ, പരിഹാസം എല്ലാം തന്നെ ഉയരുന്നുണ്ട്. രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതലുള്ള നേതാക്കൾ എല്ലാവരും തന്നെ താഴെത്തട്ട് വരെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധി അമേഠി ഒഴിവാക്കി റായ്ബറേലിയിൽ മത്സരിക്കുന്നതിനെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. അമേഠിയിൽ നിന്നും ഒളിച്ചോടിയ രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കുന്ന എന്നടക്കമുള്ള വിമർശനങ്ങൾ നിലനിൽക്കുന്നതിന് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ സ്ഥാനാർത്ഥിത്വം വലിയ ആവേശം നൽകാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കണക്കാക്കുന്നത്. ശരി, ഫിറോസ് ഗാന്ധി തൊട്ട് ഇന്ദിരാഗാന്ധി തൊട്ട് സോണിയാഗാന്ധി വരെ മത്സരിച്ച റായ്ബറേലി മണ്ഡലത്തിൽ ആദ്യ അംഗത്തിനിറങ്ങുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. റായ്ബറേലിയിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന നാമനിർദ്ദേശമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഉത്തർപ്രദേശിന് പുറമെ ഉത്തരേന്ത്യയിലാകെ വലിയ ചലനം സൃഷ്ടിക്കാനാകുമെന്ന പ്രതീക്ഷയും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്തോടനുബന്ധിച്ച് ഇന്ത്യ സഖ്യത്തിനുണ്ട്.